തീർച്ചയായും ഇപ്പോൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ്റെ മുമ്പായിട്ട് അമിത്ഷാൻ്റെ ദലിത് ഔട്ട്റീച്ച് റാലീസ് നടത്താൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ആ റാലികളിൽ ദലിതർ പങ്കെടുക്കുന്നില്ല. അതല്ലാതെ ഗുജറാത്തിലും മുമ്പ് ദലിതരെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വർഗീയ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപത്തിൻ്റെ ആ സമയത്ത് ഉപയോഗിക്കാൻ ഒരു ശ്രമം സംഘ് പരിവാർ നടത്തിയിരുന്നു. ഇന്ന് അത് വില പോകുന്നില്ല. അപ്പോൾ ഇന്ന് മുസ്ലിം ദലിത് ഐക്യം ഈ ഊന ദലിത് അത്യാചാർ ലഡായി സമിതി അതുമാതിരി സംഘടനകളെ ഒരു ഇൻ്റർവെൻഷൻ കാരണം നടക്കുന്നുണ്ട്. അത് വരുന്ന ഇലക്ഷനിൽ BJPക്കെതിരെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നില്ലേ കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിനെതിരെ ഈ രീതിയിൽ അടിച്ചമർത്തലുകളും പിന്നെ യാത്ര നടക്കുമ്പോൾ ഈ സംഘ് പരിവാർ അതിനെതിരെ എല്ലാ രീതിയിലും അത് തടയാനും അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ മുന്നിൽ കാണുന്നത് വരുന്ന ദിവസങ്ങളിൽ ഈ ദലിത് മുസ്ലിം ഐക്യം ഇവർക്കെതിരെ പോകുന്നതാണ്. അതേമാതിരി ഉത്തർപ്രദേശിലും ദലിത് മുസ്ലിം ഐക്യം വരാൻ സാധ്യത തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ട്. അതാണ് ജയന്ത് മുമ്പ് പറഞ്ഞ മാതിരി മുസ്ലിങ്ങൾക്കെതിരെ ഗോരക്ഷക് ഒരു അക്രമം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല. ദലിത്തുകൾക്കെതിരെ ഇപ്പോൾ അതും കുറേ സമയമെടുത്തെങ്കിലും അതിനെതിരെ എന്തോ ഒരു പ്രസ്താവന നടത്തി. കൃത്യമായിട്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം എസ് കുമാർ, ഇത് അപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നവർ, BJPയുടെ എതിർപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നവർ, ഒപ്പം സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും ഒരുപോലെ വിചാരിക്കുന്ന ഒരു വിഷയമാണ്. പിന്നോക്ക വോട്ടുകളാവട്ടെ, ദളിത് വോട്ടുകളാവട്ടെ, അതൊക്കെ കഴിഞ്ഞ തവണ BJPയെ തുണച്ച വോട്ടുകളാണ്. പക്ഷേ അവസരമെത്തിയപ്പോൾ അവരുടെ തനിനിറം കാണിച്ചു എന്ന് വിലയിരുത്തുന്ന തരത്തിലേക്കാണ് പിന്നീട് BJPയുടെ പ്രവർത്തനങ്ങൾ മാറിയത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പറയുന്നു. ഇവർ സ്വപ്നം കാണുന്നതാണ്, അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, പക്ഷേ ഉത്തർപ്രദേശിലെ ദളിത് മുസ്ലിം ഐക്യം, ദളിത് റാലി, അമിത്ഷായുടെ ദളിത് റാലികൾ മാറ്റിവെക്കേണ്ടി വന്നു. ആയിക്കോട്ടെ, ആളില്ലാത്തത് കൊണ്ടാണ് മാറ്റിവെക്കേണ്ടി വന്നത്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ആളില്ലാത്തതുകൊണ്ടാണ് മാറ്റിവെക്കേണ്ടി വന്നത്. ദളിത് മുസ്ലിം വിഭാഗങ്ങളുടെ വലിയ യോജിച്ച നിര BJPക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മീററ്റ്, അലിഗഡ്, ഫൈസാബാദ് തുടങ്ങി ഉത്തർപ്രദേശിൽ വലിയ മുസ്ലിം കേന്ദ്രങ്ങളായി നടന്നിടത്തെല്ലാം ഇവരൊക്കെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരല്ലേ, അവരെ അറിയട്ടെ, അന്വേഷിക്കട്ടെ. അവിടെയെല്ലാം BJP അതിശക്തമായ കേന്ദ്രങ്ങളാണ്. അതിൽ നിന്നും മാറേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല UPയിൽ. മറ്റൊന്ന്, ഇത് നേരത്തെ നരേന്ദ്രമോദി ഇതിനെല്ലാം ഭയപ്പെടുന്ന ആളാണോ എന്നൊരു സംശയം. എന്താ പറഞ്ഞ സമരങ്ങളെ തീർച്ചയായും സമീപകാല ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയേറെ പ്രക്ഷോഭങ്ങളെ നേരിട്ടിട്ടുള്ള, അപവാദ പ്രചരണങ്ങളെ അതിജീവിച്ചിട്ടുള്ള വേറൊരു നേതാവിൻ്റെ പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. സത്യത്തിൽ ജനങ്ങളൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം അസത്യ പ്രചരണങ്ങളെ അതിജീവിക്കാൻ രാജ്യം മുഴുവൻ ശക്തമായ ഒരു പ്രതിപക്ഷ പ്രക്ഷോഭം ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ കാലത്ത് നരേന്ദ്രമോദിക്കുള്ള പ്രതിപക്ഷം പോലും അപ്രസക്തമാകുന്ന ജനപിന്തുണ നരേന്ദ്രമോദിക്കും BJPക്കും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയാണ് തിരുത്തേണ്ടത്. പ്രതിപക്ഷത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്തവണ്ണമുള്ള ജനപിന്തുണ നരേന്ദ്രമോദിക്കും BJPക്കും ഇപ്പോഴുണ്ട്, വരും കാലങ്ങളിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ത്രിപുര, കേരളം കഴിഞ്ഞാൽ ത്രിപുരയിൽ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയാണോ BJPക്കെതിരെ ഇന്ത്യ ഒട്ടാകെ നിരയുണ്ടാക്കാൻ പോകുന്നത്? അതാണ് കാരണം ഗുജറാത്തിൽ ഈ പറഞ്ഞതുപോലെ, ഗുജറാത്തിലെന്നല്ല ഇന്ത്യയിൽ എമ്പാടും ഇപ്പോൾ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ല ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്തുള്ളത്. BJP ഭയക്കേണ്ട ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്തുള്ളത് ഈ ദളിത് ഉണർവിന് തന്നെയാണ്, ഐക്യത്തിന് തന്നെയാണ്. ദളിതിന്റെ വലിയൊരു വിഭാഗം BJPക്ക് അതിനെയാണ് BJP ഭയക്കുന്നത്. ഇല്ല, ലെവലേശം ഭയമില്ല. അവർ നമ്മളൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നവരെ നമ്മളെന്തിനാ ഭയപ്പെടണം? അതൊക്കെ തെറ്റായ പ്രചരണങ്ങളില്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിന്റെ 4 അതിരുകൾ വിട്ട് ഇത്തരം പ്രചരണങ്ങളേ ഇല്ല, ഇത്തരം ചർച്ചകളില്ല. ചർച്ചയ്ക്ക് പോലും ഒരിക്കലുമല്ല. കേരളത്തിന്റെ അതിനെ വിട്ട് ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും, പക്ഷെ ചർച്ചയില്ലെന്നാ ഞാൻ പറഞ്ഞു. ചർച്ച ചെയ്യപ്പെട്ട ഗൗരവമല്ല. ഇപ്പോഴും ഞാൻ പറയും, നിങ്ങൾ നേരത്തെയും പറഞ്ഞു എന്തോ അല്ല ആദ്യത്തെ തടങ്കലിൽ വെച്ചിരിക്കുന്നു, അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വിട്ടു. ഇതൊരു സ്വാഭാവികമായ സംഭവത്തെ ഊതി വീർപ്പിച്ച് ഒരു പ്രക്ഷോഭത്തിന്റെ മുന്നേ നിൽക്കുന്ന ആളിനെ തടങ്കലിൽ വെച്ച് ഭയപ്പെടുത്തിയ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്നു. ഗുജറാത്തിലുള്ളവർ പോലും ഇത് അത്ഭുതത്തോടെ ആയിരിക്കും കേൾക്കുന്നത്. കാരണം
ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിച്ചു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കസേര എറിയാൻ പരിപാടിയുണ്ടോ, ബോംബ് എറിയാൻ പരിപാടിയുണ്ടോ, ആക്രമിക്കാൻ ഉദ്ദേശമുണ്ടോ? ഒന്നുമില്ലാന്ന് കണ്ടപ്പോൾ വിട്ടയച്ചു. ഇതിനകത്ത് എന്താ ഞാൻ തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ എം പി മനോജ്, ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു പ്രക്ഷോഭത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായി ആ നിലയ്ക്ക് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശേഷി ഈ ദളിത് ഉണർവിനും ഈ മുസ്ലിം ദളിത് ഐക്യത്തിനുമായിരിക്കും ഉണ്ടാവുക എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ടാകുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇന്ത്യൻ സമൂഹത്തിൽ ദലിത് പിന്നോക്ക ന്യൂനപക്ഷം എന്ന ഒരു ഐക്യം 90കളിൽ വികസിച്ചു വന്നിരുന്നു. ഒരുപക്ഷെ ആ ഐക്യത്തെ അന്ന് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ സാധ്യമാക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ അത്തരത്തിൽ ദീർഘവീക്ഷണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇന്നവർ കണ്ടിരിക്കുന്നു. അവർ തെറ്റുതിരുത്തുന്നതിനും അവർ മുന്നോട്ട് പോകുന്നതിനും ശ്രമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, JNUവിലെ തന്നെ കനയ്യകുമാറിനെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തുകൊണ്ട് അവർ വലിയ ജനപിന്തുണ നേടിക്കൊണ്ടാണ് കനയ്യകുമാറിനെയും സഹപ്രവർത്തകരെയും തിരിച്ചു മോചിപ്പിക്കാൻ സാധിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധിയൻ ദർശനം, അതിൻ്റെ ഗാന്ധിയൻ ജനാധിപത്യ സങ്കല്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്ന പുതിയ ഒരു ഐക്യനിരയാണ്. ഇത് വളരെ മുമ്പ് പറഞ്ഞിരുന്ന ഗാന്ധിയൻ വിരോധത്തിൻ്റെയോ അംബേദ്കർ വിരോധത്തിൻ്റെയോ മാർക്സിയൻ വിരോധത്തിൻ്റെയോ കാലം അവസാനിച്ചിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ നവജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുവാനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. ആ ഒരു പ്രക്രിയയിൽ ദലിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളും, പിന്നോക്ക സമൂഹങ്ങളും, സ്ത്രീകളും, മറ്റ് പലതരത്തിലുള്ള പതിത സമൂഹങ്ങളുണ്ട്, അന്തരാള ജാതികളുണ്ട്, തീരദേശ മുഖ്യ സമൂഹങ്ങളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട്, ജനാധിപത്യവാദികളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ചേർന്നൊരു വലിയ നവജനാധിപത്യത്തിൻ്റെ ഒരു ധാരയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ദളിതർക്കും പ്രധാന പങ്കുണ്ടാവും, അംബേദ്കറേറ്റുകൾക്കും പങ്കുണ്ടാവും. അവർ മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്കും മറ്റു ഓരോ വിഭാഗങ്ങളുടെയും വലിയ ഒരു ഐക്യം, വലിയൊരു യൂണിറ്റിയിലേക്ക് പോകുവാൻ എന്നെ ശ്രമിക്കുന്ന ഇപ്പം മറ്റേ കൃഷ്ണയെ പോലുള്ള ആളുകൾ അതിനെ വലിയ ശ്രമത്തിലേക്ക് കൊണ്ടുവരിക, വലിയ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, അതിലൂടെയാണ് നമുക്ക് ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുവാൻ കഴിയുക. ശ്രീ ബിജു കൃഷ്ണൻ, ആ നിലയ്ക്കുള്ള ഒരു ഈ വേദികളിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന കാഴ്ച കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചില്ല. നേരത്തെ ശ്രീ MS കുമാർ ആ വിഷയം ഉന്നയിച്ചിരുന്നു, ആ വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായും അതിലേക്ക് കൂടി പോകാൻ വളരെ പെട്ടെന്ന് ഈ നിലയ്ക്കുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം നിങ്ങൾ വേദി പങ്കിടുന്ന കാഴ്ച, ഒപ്പം നിങ്ങൾ സമരമുഖങ്ങൾ തുറക്കുന്ന കാഴ്ച, അത് ആ നിലയ്ക്ക് ഈ പറഞ്ഞ BJPയോ കേന്ദ്ര സർക്കാരോ ഒക്കെ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ട് എന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് ഈ BJP വക്താവ് പറഞ്ഞ ജിഗ്നേഷിനെ അറസ്റ്റ് ചെയ്തത് കസേലറിയാൻ പരിപാടി ഉണ്ടോയെന്ന് അറിയാനാണെന്നുള്ള രീതിയിലൊരു ഇപ്പോൾ ഇവിടെ പറയാനുണ്ടായിരുന്നു. അമിത്ഷാൻ്റെ മീറ്റിങ്ങിലാണ് കസേലറിയൽ പരിപാടി നടന്നത്. അത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടാണ്. അപ്പോൾ ആദ്യം ചോദ്യം ചെയ്യാൻ പിടിക്കേണ്ട BJPക്കാരെയാണ്, അല്ലാതെ ദലിത് നേതാക്കളെയല്ല. പിന്നെ ഇപ്പോൾ ഈ ഇടതുപക്ഷവും ദലിത് സംഘടനകളും അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വിഷയങ്ങളിലുണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു ഐക്യം ജാതി വ്യവസ്ഥക്കെതിരെ കെട്ടാനുള്ളൊരു ശ്രമത്തിലാണ് ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അത് വരും നാളുകളിൽ നമ്മൾ കാണാനിരിക്കുന്നതാണ്. ഇത് ഊനയിലും നമ്മൾ വേദിയിലുണ്ടോ ഇല്ലയോ എന്നല്ല, ആ സമരങ്ങളിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ, ആ സമരങ്ങളിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മുന്നിലുണ്ടാവും എന്നാണ് ഈ ഊന സമരവും ഇപ്പോൾ ഇന്നലെ നടന്ന ദലിത് സ്വാഭിമാൻ സംഘർഷ് റാലിയും കാണിച്ചു തരുന്നത്. ശ്രീ ജയൻ ജേക്കബ്, അങ്ങനെ ഒരു ബദലായി വളർന്നു വരാനുള്ള, ഒരു ഐക്യനിരയായി വളർന്നു വരാനുള്ള ഒരു ശേഷി കൈവരിച്ചിരിക്കുന്നു ഈ ജിഗ്നേഷ് മേവാനി അടക്കമുള്ള നേതാക്കൾ എന്നൊക്കെ കരുതാറായോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കരുതുന്നത് ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ
നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, BJP, CPM, കോൺഗ്രസ്, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളും മറ്റേതൊക്കെയുള്ള മൂവ്മെൻറ്റുകളാണ്. എന്നാൽ ഈ മൂവ്മെൻറ്റുകൾ മാത്രം ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ വളർന്ന് പെട്ടെന്ന് വരുന്നൊരു കാര്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള അതൃപ്തികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ ചാനലൈസ് ചെയ്ത് കൊണ്ടുവരുവാനുള്ള ഒരു സെറ്റപ്പ് ഇതുപോലുള്ള മൂവ്മെൻറ്റുകൾക്കില്ലല്ലോ. അതിന് കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. നമ്മൾ ഈ ഡിബേറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് പറയാതെ പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോദി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ദളിതുകൾ എന്തിനും മോദി വോട്ട് ചെയ്യുന്നൊരു ചോദ്യമില്ലേ? ഇത്രയും വർഷങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ബാങ്കായി നിന്ന് ദളിതെന്ന് പറയുന്നവർ എന്തുകൊണ്ട് മോദി വോട്ട് ചെയ്യുന്നൊരു ചോദ്യമില്ലേ എന്ന് പറയുന്നത് പോലെ, രാഹുൽ ഗാന്ധി എത്ര നാളുകളായി ഉത്തർപ്രദേശിൽ ദളിത് കുടുംബങ്ങളിൽ പോകുന്നു, ദളിതുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് ഇതുവരെ ഉണ്ടായില്ല? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഈ മോദിയുടെ കൂടെ ദളിതുകൾ പോകുമ്പോൾ എന്തിനവർ പോകുന്നു എന്ന് അതിനെല്ലാം കാരണങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എന്തുകൊണ്ട് ദളിതുകൾ പോകുന്നില്ല? ഇപ്പോൾ രോഹിത് വെമുലയുടെ മൂവ്മെൻ്റ് ആയാലും, ഈ പറയുന്ന ഗുജറാത്തിലെ മൂവ്മെൻ്റ് ആയാലും, ഹാർദിക് പട്ടേലിൻ്റെ മൂവ്മെൻ്റ് ആയാലും, ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാത്ത, എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന മൂവ്മെൻറ്റുകളാണ്. അതൊരു അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ മാത്രം ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ കൊള്ളാൻ, പ്രത്യേകിച്ച് 24x7 ടെലിവിഷൻ്റെ ഈ കാലഘട്ടമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പ്രക്ഷോഭം ഉണ്ടായാലോ സമരം ഉണ്ടായാലോ ഒക്കെ അതിൻ്റെ ഒരു വാർത്തയ്ക്ക് അതിപ്രസരം കൊള്ള ഒരു കാലഘട്ടം അതിനാൽ പെട്ടെന്ന് TV വരും, ഫേസ്ബുക്കിൽ വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ കൃത്യമായ BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയപരമായി നേരിടുന്നതിനുള്ള യാതൊരു വിധമായ ഒരു ഓർഗനൈസ്ഡ് നീക്കങ്ങളൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് വളർന്ന് വലുതായി BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പുറത്താക്കുമെന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് ഇത് വിശാലമായ ഒരു ചർച്ചയ്ക്ക് വിഷയമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ്. പക്ഷേ അതിനുള്ള അവസരം തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MP മനോജ്, ശ്രീ ജയന്ത് ജേക്കബ്, ശ്രീ MS കുമാർ, ശ്രീ വിജു.